ഒരു പെൺകുട്ടിയുടെ ഒരു സമരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടത്, മോളെ കരയരുത്, മോക്ക് എന്താ വേണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളുടെയൊക്കെ പെൺകുട്ടികളുടെ കൈയും കാലും അടിച്ചൊടിച്ച് ജയിലറകളിൽ ഇടുന്ന നിരവധിയായ സന്ദർഭങ്ങൾ, ജലപീരങ്കികൾ പെൺകുട്ടികളുടെ കണ്ണിന് നേരെ അടിച്ച് കാഴ്ചശക്തി പോലും നഷ്ടപ്പെടുന്ന കുട്ടികൾ. എല്ലാ സമര പോരാട്ടങ്ങളുടെയും മുന്നിൽ നിൽക്കാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു സമൂഹമാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SFIയും CPM ഒക്കെ. ഞങ്ങളാണ് സമര പാരമ്പര്യത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് അധികാരത്തിൻ്റെ തണലിൽ തലോടലുകൾ ഏറ്റു വളർന്നു വന്നൊരു സമൂഹം, ഒരു വിഭാഗമാണ് ഇവർ. കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതിനുശേഷം രൂപീകൃതമായൊരു വിദ്യാർത്ഥി സംഘടന, അവരിൽ നിന്നും എല്ലാ പരിഗണനകളും ഏറ്റു വളർന്നു വന്നൊരു സംഘടന. നമസ്കാരം. മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള സർവകലാശാല മുന്നോട്ട് പോകുന്നത്. ഗവർണറും ഇടത് സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുമ്പോൾ വലിയ ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഗവർണർ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്തുന്നുണ്ടോ, അതോ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്ക് കുടപിടിക്കുകയാണോ ചില വിദ്യാർത്ഥി സംഘടനകൾ? എന്താണ് സർവകലാശാലയിൽ നടക്കുന്നത്? പരിശോധിക്കാം. ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ മനു പ്രസാദ് ചേരുകയാണ്. മനു, സ്വാഗതം. നമസ്കാരം. മനു, കേരള സർവകലാശാലയിൽ ഇപ്പോൾ 2 രജിസ്ട്രാറാണ് അല്ലേ? VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ, അത് സിൻഡിക്കേറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെ സിൻഡിക്കേറ്റ് ആ സസ്പെൻഷൻ റദ്ദാക്കിയെന്നാണ് പറയുന്നത്. അയാളും പറയുന്നുണ്ട് ഞാൻ രജിസ്ട്രാറാണ്, ഒപ്പം VC ഇപ്പോൾ വെച്ചിരിക്കുന്ന മറ്റൊരു രജിസ്ട്രാർ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് വലിയ ഭരണ പ്രതിസന്ധിയിലേക്ക് പോവില്ലേ, ഒപ്പം നിയമക്കുരുക്കും? ഒന്ന്, കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അത്തരം വിഷയങ്ങളെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിദ്യാർത്ഥികളുടെ ഫീസ് സംബന്ധമായ പ്രശ്നങ്ങൾ, കൃത്യമായ വാല്യുവേഷൻ നടത്തി കുട്ടികൾക്ക് പരീക്ഷ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നം. അതുപോലെ തന്നെ പരീക്ഷാ ക്രമക്കേടുകൾ, തോന്നിയാവാസം പോലെ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന ക്രമക്കേടുകളെല്ലാം നടന്നൊരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ അനധികൃതമായ നിയമനങ്ങൾ, തോന്നും പോലെ ആളുകൾക്ക് വാരിക്കോരി നിയമനങ്ങൾ നൽകാൻ പറ്റുന്ന ഇടമായി കേരള യൂണിവേഴ്സിറ്റി നിലനിന്നിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രശ്നങ്ങളുടെ കേന്ദ്രമായി മാറുന്നത് ഇപ്പോഴാണ് എന്നത് ശരിയായ ഒരു വസ്തുതാപരമായ പ്രസ്താവനയല്ല. പക്ഷേ യൂണിവേഴ്സിറ്റി പ്രശ്നങ്ങളുടെ കേന്ദ്രമാക്കി ഇപ്പോൾ മാറ്റുന്നതിൻ്റെ കാരണം പൊതുവേ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളല്ല. പൊതുവേ നമ്മൾ യൂണിവേഴ്സിറ്റി പ്രശ്നങ്ങളുടെ കേന്ദ്രമായി കാണപ്പെടുന്നത് SFIക്കാർക്ക് വാരിക്കോരി മാർക്ക് കൊടുക്കുന്നത് പുറത്തു വരുന്ന സമയത്ത് വിവാദമാകുന്നു. SFIക്കാരായിട്ടുള്ള നേതാക്കളുടെ ഭാര്യമാർക്ക് യൂണിവേഴ്സിറ്റികളിൽ നിയമനം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ. അപ്പോൾ ഇതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പ്രതിഷേധം, പ്രക്ഷോഭം ഒക്കെ ആരംഭിക്കും. അതിനെ തടയാൻ വേണ്ടി അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഇപ്പോഴത്തെ പ്രശ്നം കേരള യൂണിവേഴ്സിറ്റി നന്നാവുന്നു എന്നുള്ളതാണ്. അപ്പം മുമ്പുള്ളതുപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു രജിസ്ട്രാർ, ഇപ്പോൾ നേരത്തെ ചോദിച്ചു 2 രജിസ്ട്രാർ അല്ല, അത് 2 രജിസ്ട്രാർ അല്ല. ഒരാളെ സസ്പെൻഡ് ചെയ്താൽ സാധാരണഗതിയിൽ അവിടെ ആളും പേരൊന്നുമില്ല, ഇതൊന്നും നടക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയിലെ കാര്യക്രമങ്ങൾ ഒന്നും തന്നെ മുടങ്ങരുത് എന്ന് നിർബന്ധം വൈസ് ചാൻസലർക്കും അതുപോലെ തന്നെ ചാൻസലർക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് രജിസ്ട്രാർ ഇല്ലാത്തൊരു അന്തരീക്ഷം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് പോസിറ്റീവായി കാണേണ്ട ഒന്ന്. ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു, അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, പറയാൻ എനിക്കേറെയുണ്ട്, അവർക്ക് പ്രതിരോധിക്കാനുണ്ടാകും. പക്ഷേ ആ രജിസ്ട്രാർ ഇല്ല എന്ന അവസ്ഥ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ സിൻഡിക്കേറ്റിൻ്റെ യോഗം, ആ യോഗത്തിലെടുത്ത ചില തീരുമാനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഹർജി കൊടുത്തിരുന്ന ഹൈക്കോടതിയിൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഹർജി കൊടുത്തിരുന്നു, അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തത്. സിൻഡിക്കേറ്റ് പറയുന്നത് നിങ്ങൾ തന്നെയാണ് രജിസ്ട്രാർ, VCയുടെ ആ തീരുമാനം ഞങ്ങൾ റദ്ദാക്കുകയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഗവർണർക്ക് ഇടപെട്ടുകൂടെ? കാര്യമായി രാജ്ഭവന് ഈ യോഗം തന്നെ നിർജീവമാക്കാൻ, റദ്ദാക്കാനുള്ള റൈറ്റ് ഇല്ലേ? അല്ല, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്നുള്ളൊരു പദപ്രയോഗം മലയാളത്തിൽ നിലനിൽക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനം VCയെ തിരിച്ചെടുക്കാനാണ്, രജിസ്ട്രാറെ തിരിച്ചെടുക്കാനാണ്. അതോടുകൂടി VCയുടെ തീരുമാനം റദ്ദ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സിൻഡിക്കേറ്റിന് അത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റി നമ്മൾ ഭരണഘടനാപരമായി സംസാരിച്ചാൽ മതി, മറ്റു വിവാദങ്ങൾ കിട്ടും. പക്ഷേ പ്രശ്നം എന്തെന്നറിയാമോ? ഇപ്പോൾ കേരള നിയമസഭ ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നിയമസഭയിലെ ബഹുഭൂരിപക്ഷം MLAമാർ, അതുപോലെ തന്നെ സ്പീക്കർ, അതിൻ്റെ സംവിധാനങ്ങളെല്ലാം അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. AKG സെൻറ്ററിൽ പോയി കുറച്ച് MLAമാർ ഒരുമിച്ചിരിക്കുന്നു. അതിനുശേഷം അവർ ഞങ്ങൾ ഈ നിയമം പാസ്സാക്കി എന്ന് പറയുന്നു. എന്നിട്ട് അത് നിയമസഭയുടെ തീരുമാനമാണ് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കേരളത്തിൽ പറ്റുമോ? ഇല്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടാത്തൊരു സിൻഡിക്കേറ്റ്, VC ആണ് സിൻഡിക്കേറ്റ് വിളിക്കാൻ അധികാരമുള്ളത്. അല്ലെങ്കിൽ 1/3 സെനറ്റ് മെമ്പർമാർ അവർ റിക്വസ്റ്റ് കൊടുത്താൽ 15 ദിവസത്തിനകത്ത് വിളിക്കണം. ഇതും VC ആണ് വിളിക്കേണ്ടത്. വൈസ് ചാൻസലർ വിളിച്ച സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അജണ്ട ഈ വിഷയമായിരുന്നില്ല. ഈ വിഷയം അജണ്ടയായിട്ട് വയ്ക്കാത്തതിനൊരു കാരണം ഉണ്ടായിരുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കണ്ട എന്ന് തീരുമാനം ഉണ്ടായിരുന്നു. അത് സിൻഡിക്കേറ്റ് യോഗങ്ങൾ അംഗീകരിച്ചതാണ്, സിൻഡിക്കേറ്റ് മെമ്പേഴ്സെല്ലാം അംഗീകരിച്ചതാണ്. അതിനുശേഷം വൈസ് ചാൻസലർ പറഞ്ഞു ഈ യോഗം പിരിച്ചുവിട്ടു. വൈസ് ചാൻസലർ ഞാൻ പോകുന്നു, പകരം ഒരാൾ ചാർജ് കൊടുത്തിട്ട് പോയതല്ല. സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞു, അവസാനിച്ചു പോകുന്നു. അപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുമിച്ച് അതിനകത്ത് കൂടിയിരുന്നു. അവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾ രജിസ്ട്രാറെ തിരിച്ചെടുത്തു. പണ്ട് നടക്കുമായിരുന്നു ഇതൊക്കെ. ഇതെങ്ങനെ ആയിരുന്നു? കുത്തഴിഞ്ഞ സംവിധാനങ്ങൾ ശീലമുള്ളവർക്ക് ഇതൊരു പ്രശ്നമായിരുന്നില്ലായിരിക്കാം. ഇതിനു മുമ്പ് ഒരു സംഭവം നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. നമ്മുടെ ബിജു അതിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന സമയത്ത് VC എടുത്ത ഒരു തീരുമാനത്തിന് അവരുടെ ഒരു തീരുമാനം എടുത്തൊരു ഒരാളുടെ ഒരു പ്രശ്നം പരിഹരിച്ചു. കോടതിയിൽ പോയി. കോടതി എന്ത് ചെയ്തു? VC അംഗീകരിക്കാത്തതുകൊണ്ട്, സിൻഡിക്കേറ്റ് എടുക്കാത്തതുകൊണ്ട് ആ തീരുമാനം അംഗീകരിച്ചില്ല. അവർക്കെതിരായിരുന്നു വിധി. അപ്പോൾ നിലവിൽ കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിട്ട് സിൻഡിക്കേറ്റ് മറ്റൊരു വിഷയം ചർച്ച ചെയ്തു. സിൻഡിക്കേറ്റ് പിരിഞ്ഞു. ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇവരൊരു മീറ്റിംഗ് കൂടി രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. ഇത് വെള്ളരിക്കാൻ പറ്റണമല്ല ഇന്ന് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് UDFും എല്ലാവരും അവർക്ക് ഒത്താശ ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ട് ഇതൊന്നും ചർച്ചയല്ല. ഇന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഒരു വൈസ് ചാൻസലർ തീരുമാനിക്കുന്നു. ഒരു ചാൻസലർ അതിന് സപ്പോർട്ട് കൊടുക്കുന്നു. നല്ല രീതിയിൽ നന്നായി നടന്നാൽ മതി എന്ന് തീരുമാനമെടുത്തു. അതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത്. അല്ലാതെ നന്നായി നടക്കുന്നു എന്നുള്ളത് അവരെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്, അത് നമ്മുടെ റൈറ്റാണ്. SFIയും പ്രതിഷേധിച്ചു ഇന്നലെ. പക്ഷേ ആ പ്രതിഷേധം അതൊന്ന് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു അല്ലേ? പോലീസ് നോക്കുത്തിയായി നിൽക്കുകയായിരുന്നു. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, എല്ലാ സമര പോരാട്ടങ്ങളുടെയും മുന്നിൽ നിൽക്കാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു സമൂഹമാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SFIയും CPM ഒക്കെ. ഞങ്ങളാണ് സമര പാരമ്പര്യത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് അധികാരത്തിൻ്റെ തണലിൽ തലോടലുകൾ ഏറ്റു വളർന്നു വന്നൊരു സമൂഹം, ഒരു വിഭാഗമാണ് ഇവർ. കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതിനുശേഷം രൂപീകൃതമായൊരു വിദ്യാർത്ഥി സംഘടന, അവരിൽ നിന്നും എല്ലാ പരിഗണനകളും ഏറ്റു വളർന്നു വന്നൊരു സംഘടന. ഇനി വിദ്യാർത്ഥികൾ തല്ലുകൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം വിദ്യാർത്ഥികളെ തല്ലുകൊള്ളിക്കുന്നതിൻ്റെ പ്രത്യേകത ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് സർക്കാർ വിരുദ്ധ അവരുടെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റ് സർക്കാരിനെതിരെ ചെയ്യണമെന്നുള്ള വ്യഗ്രത മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥി വിഷയം പരിഹരിക്കണം എന്നുള്ള നിർബന്ധമില്ല. അങ്ങനെ തല്ലുകൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കണ്ടതും സമാനമായൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ ബംഗാളിൽ നടന്ന വിഷയമാണ്. അവിടെ ഒരു കർഷക സമരം നടന്നു. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. കർഷകർ സമരം നടത്തുന്ന സമയത്ത് നന്ദിഗ്രാമിലൊക്കെ കർഷകർ സമരം നടത്തുന്ന സമയത്ത് പോലീസുകാർ തയ്യാറായി നിൽക്കുകയാണ്, വെടിവെപ്പൊക്കെ നടത്തുകയാണ്. പോലീസുകാർ വെടിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്നാൽ പാർട്ടി ആളുകൾ കൂടെ വെടിവെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് കർഷകരെ തല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ അതിൻ്റെ ഓപ്പോസിറ്റ് വെർഷനാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇവർ ആക്രമിക്കാൻ തയ്യാറാവുന്നു, യൂണിവേഴ്സിറ്റി തകർക്കാൻ തയ്യാറാവുന്നു. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി. ഇത് നിയന്ത്രിക്കേണ്ട ആൾ പിണറായി വിജയനാണ്. പോലീസിനെ നിയമിക്കാൻ പിണറായി വിജയൻ തീരുമാനിക്കുന്നു. എന്നാൽ SFIയെ പറഞ്ഞു വിട്ടിരിക്കുന്നത് MV ഗോവിന്ദനാണ്, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. അവരുടെ ആവശ്യം എന്താണ്? കേരളത്തിൽ നിലവിൽ നിലനിൽക്കുന്ന ആരോഗ്യ സംബന്ധമായ ആരോഗ്യ മേഖലയിലെ വലിയ പ്രശ്നങ്ങൾ അത് സമൂഹം ചർച്ച ചെയ്യരുതെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിക്ക് അകത്തുനിന്ന് മാത്രമല്ല, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വ്യാപകമായി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. PM ശ്രീ പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഇവിടുത്തെ സ്കൂളുകളിൽ, സ്കൂളുകളിൽ നടപ്പിലാക്കാതിരിക്കുന്നത് മൂലം വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അത് ചർച്ച ചെയ്യരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ജനങ്ങൾ നേരിടുന്ന, വിദ്യാർത്ഥികൾ നേരിടുന്ന, പൊതുസമൂഹം നേരിടുന്ന ദുരിതപൂർണമായ അന്തരീക്ഷത്തെ പരിഹരിക്കാൻ വരുന്ന വിധമാകുന്ന എല്ലാ പദ്ധതികളും നടപ്പിലാക്കാതിരിക്കാൻ അവരുടെ കെടുകാര്യസ്ഥത ബാധ്യതയാകുന്നു. അത് ചർച്ചയാകരുത് എന്ന് അവർ വ്യാപകമായി ചിന്തിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SFIയെ കരുതിക്കൂട്ടി വിട്ടതാണ്. പക്ഷെ പ്രശ്നം പോലീസിനെ കണ്ടാൽ മുട്ടുടിക്കുന്നവരാണ് SFIക്കാർ എന്ന് വ്യാപകമായി ഇന്ന് വന്നു. ഞാൻ ലോ അക്കാഡമി സമരത്തിനൊക്കെ നേതൃത്വം കൊടുക്കാൻ അവസരം കിട്ടിയ ആളാണ്. എന്താണ് SFIയുടെ തീരുമാനത്തിൻ്റെ നട്ടലിൻ്റെ ബലം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് സമരം അവസാനിപ്പിച്ച് പോകുന്നതെന്നും നിയന്ത്രിക്കപ്പെടുന്നതെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് SFIക്കാർക്ക് എല്ലാ പരിലാളനകളും നടത്താൻ SFI ബന്ധമുള്ള പോലീസുകാരെ വിന്യസിച്ചു. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരു യൂണിവേഴ്സിറ്റിയുടെ മതിലൊന്ന് ചാടിക്കയറാൻ കഴിവില്ലാതിരിക്കുന്ന വിദ്യാർത്ഥികളെ പോലീസ് കൈകൊടുത്ത് ഉള്ളിലേക്ക് കയറ്റുകയാണ്. പൗരന്റെ പൊതുമുതലിനൊക്കെ സംരക്ഷണം നൽകാൻ
ബാധ്യതപ്പെട്ട പോലീസ് സമൂഹത്തിനെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലേക്ക് ഒരു ഭരണകൂടം പെരുമാറുകയാണ്. ഇത് പൊതുസമൂഹത്തിനുള്ളിൽ വലിയ പ്രതിഷേധം ഉണ്ടാവും. ഭരണകൂടം സംരക്ഷണം നൽകിയില്ലെങ്കിൽ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം പൊതുസമൂഹത്തിനാകും. ആ പൊതുസമൂഹം അതിലേക്ക് തിരിയുന്ന സമയത്താണ് വലിയ കലാപങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഒക്കെ ഈ നാട്ടിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു ചർച്ച വിളിച്ച വളരെ സന്തോഷകരമായ ഒരു ചോദ്യമാണ് ആ ചോദ്യം. എനിക്ക് ഇതിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, പൊതുസമൂഹത്തിൻ്റെ സ്വത്തിന്, പൗരൻ്റെ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പോലീസ്. ആ നിയമം ആര് കയ്യിലെടുത്താലും, ഞങ്ങളൊക്കെ ഒരുപാട് സമരങ്ങളുടെ ഭാഗമായവരാണ്, ഞങ്ങൾക്കൊന്നും തലോടൽ കിട്ടിയില്ലെന്ന് മാത്രമല്ല, അനധികൃതമായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങൾക്ക് നേരെ ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട പോലീസ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ മർദ്ദക ഉപകരണങ്ങളായി പോലീസ് മാറിയ സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നിരവധിയായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട്. പക്ഷേ ഇന്നലെ തലോടുന്നു, കുഞ്ഞുവാവയെ കളിപ്പിക്കും. ഇന്നലെയെന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് പല സമരങ്ങളിലും ഒരു പെൺകുട്ടിയുടെ ഒരു സമരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടത്, മോളെ കരയരുത്, മോക്ക് എന്താ വേണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളുടെയൊക്കെ പെൺകുട്ടികളുടെ കൈയും കാലും അടിച്ചൊടിച്ച് ജയിലറകളിൽ ഇടുന്ന നിരവധിയായ സന്ദർഭങ്ങൾ. ജലപീരങ്കികൾ പെൺകുട്ടികളുടെ കണ്ണിന് നേരെ അടിച്ച് കാഴ്ചശക്തി പോലും നഷ്ടപ്പെടുന്ന കുട്ടികൾ, നിരവധി യാതനകൾ നേരിട്ട് കണ്ട ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്നലെയൊക്കെ കാണുന്നത് കണ്ടപ്പോൾ ഇത് സമരമാണോ നാടകമാണോ എന്നൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്നലെ നടന്നത് പോലീസിൻ്റെ ഒരു തെറ്റായ സമീപനമാണ്. ഈ സമീപനം തുടരുന്നത് നാടിന് അപകടമാണ്. അത് പോലീസ് സേനയുടെ വിശ്വാസം തകർക്കുന്നതാണ്. ആഭ്യന്തരമന്ത്രിയുടെ അങ്ങേയറ്റത്തെ പരാജയമാണ്. പക്ഷെ ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് പറയാൻ പ്രതിപക്ഷമില്ല, ആഭ്യന്തരമന്ത്രിയും ഇല്ല. ഒരു ആസൂത്രിതമായി നടത്തിയ ഒരു പ്രതിഷേധ സമരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ മനു പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു വിട്ടതാണ്. മറ്റു പല കാര്യങ്ങളുമുണ്ട് നാട്ടിൽ നടക്കുന്നുണ്ട്. അത് പലതും മറച്ചു വെക്കാനുള്ള ഒരു അവസരം കൂടി കണ്ടുണ്ടാവണം. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസൂത്രിതമായൊരു ശ്രമമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്താൻ തീരുമാനിച്ചു. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് SFI കുഞ്ഞുങ്ങൾക്ക് നോവരുത് എന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അതിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഭരണകൂടം പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ആക്രമണമാണ് ആ സമരം എന്നതൊക്കെ പറഞ്ഞാൽ അതിനെ വിശേഷിപ്പിച്ച സമരത്തെ പറയുന്നത് RSSന്റെ തിട്ടൂരമാക്കാൻ സമ്മതിക്കില്ല സർവകലാശാലകളെ എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. കേട്ടില്ലേ ഇന്നലെ? അല്ല, ഗോവിന്ദൻ മാഷ് അങ്ങനെ പറയണം എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷിൻ്റെ നിലപാട്. RSSന്റെ തിട്ടൂരമാക്കാൻ സർവകലാശാലകളെ അനുവദിക്കില്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. RSSന്റെ തിട്ടൂരം അല്ലല്ലോ സർവകലാശാലയിൽ നടക്കുന്നത്. കുട്ടികളുടെ ക്രമക്കേട് നടക്കരുത് എന്നുള്ളത് RSSന്റെ തിട്ടൂരമാണെങ്കിൽ അത് സമൂഹം അംഗീകരിക്കണ്ടേ? അവിടെ തെറ്റായ രീതിയിലുള്ള നിയമനങ്ങൾ നടക്കരുത് എന്നൊരു വൈസ് ചാൻസലർ തീരുമാനിക്കുന്നു. അത് RSSന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അവർ പറയുന്നു. അങ്ങനെ RSSന്റെ നിർദ്ദേശപ്രകാരമായിട്ടാണെങ്കിൽ ഇത് നന്നായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സമൂഹം അതിനെ അംഗീകരിക്കും. RSS പറയാനൊന്നും പോകുന്നില്ല. അത് പിന്നെ